Hello dears. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KCET 2024 കെമിസ്ട്രി പാർട്ടിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ട്രിക്കി ആയിട്ട് അത് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അന്ന് ഏറ്റവും ലാസ്റ്റിൽ KCET 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എ പെയർ ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഹാവിംഗ് ബോണ്ട് ഓർഡർ ഓഫ് 1 is. താഴെ തന്നിട്ടുള്ളതിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയിരിക്കണം, അതിനെങ്ങനെയായിരിക്കണം ബോണ്ട് ഓർഡർ 1 ആയിട്ടുള്ള പെയർ ഇതിൽ ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ N2CO, O2 2 F2, B2NO+, CONO+. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബോണ്ട് ഓർഡറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കയറി വരാറുണ്ട്. അപ്പോൾ ഇത്തരം ബോണ്ട് ഓർഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാണ് അത് ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ചെറിയ ക്ലാസ്സിൽ മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ½ × NB - NA ആണ്. NB എന്താണ്? NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നാണ്. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് MOT പ്രകാരം എങ്ങനെയാണ് അതിൻ്റെ എനർജി ഓർഡർ ചെയ്താൽ നമ്മൾ പഠിച്ചതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 ആണെങ്കിൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒരു മൊളിക്യൂളിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 ആണെങ്കിൽ, 14 കുറവാണെങ്കിൽ നമ്മൾ ഓർഡർ ഫോളോ ചെയ്യേണ്ടത് അതിൻ്റെ MOT എനർജി ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. σ1s, σ*1s, σ2s, σ*2s, π2px = π2py, σ2pz, π*2px = π*2py, σ*2pz. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 കുറവാണെങ്കിൽ ചെയ്യുന്നത്. എന്നാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 കൂടുതലുള്ള സ്പീഷീസ് വരാം. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? π2px = π2py, σ2pz എന്ന് പറയുന്ന ആ ഒരു എനർജി പോർഷൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ആദ്യം ആര് വരും? σ2pz ആയിരിക്കും, പിന്നെ ആയിരിക്കും π2px, π2py വരിക. ഈ ഒരു ഓർഡർ നമുക്കറിയാം. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഓരോ മോളിക്യൂളിലും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാറുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളതും. അപ്പോൾ ഇത് പ്രകാരം N2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ നമുക്കറിയാം. നൈട്രജൻ N2 എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ ആറ്റത്തിൽ 14 ഇലക്ട്രോൺസ് ആണ്. N2 ആവുമ്പോൾ 14 ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N2 എന്ന് പറയുമ്പോൾ N എന്ന് പറയുന്ന ഒരു ആറ്റത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 7 ആണ്. അപ്പോൾ N2 എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്കറിയാം 14 എന്നുള്ള ഓർഡർ എങ്ങനെയായിരിക്കും ഫോളോ ചെയ്യുന്നത്? σ1s2, σ*1s2, σ2s2, σ*2s2, π2px = π2py, σ2pz2. അപ്പോൾ ഈ രീതി 14 ഇലക്ട്രോൺ ആയല്ലോ. 2, 4, 6, 8, 10, 12, 14 ഇലക്ട്രോൺ ആയി. ഇതാണ് നമ്മുടെ എനർജി ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം π2px, π2py, അത് കഴിഞ്ഞിട്ടാണ് σ2pz ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. എല്ലാ മോളിക്കുലർ ഓർബിറ്റലും മാക്സിമം കൊടുക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആണ്. ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ N2ൻ്റെ ബോണ്ട് ഓർഡർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബോണ്ട് ഓർഡർ ഈക്വൽ ടു ½ × NB - NA. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റൽസ് നോക്കിയാൽ മതി. സ്റ്റാർ ഇല്ലാത്തവർ σ1s, σ2s, π2px, π2py, σ2pz, ഇവരിലൊന്നും സ്റ്റാർ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബോണ്ടിങ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ബോണ്ടിങ് ആയിട്ട് കിടക്കുന്നത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക. അപ്പോൾ എത്ര ഉണ്ട്? 2, 4, 6, 8, 10. അപ്പോൾ ½ × 10 - നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ്. ആൻറ്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാറുള്ള മോളിക്കുലർ ഓർബിറ്റൽസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ σ*1sൽ 2 ഇലക്ട്രോൺ, 2, 4. പിന്നെ ഇവിടെ വേറെ ഏതെങ്കിലും സ്റ്റാർ ഇല്ലല്ലോ. അപ്പോൾ ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4. അപ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ എത്ര കിട്ടും? ½ × 6 ദാറ്റ് ഈക്വൽ ടു 6/2 നമുക്കറിയാം 3 ആണ്. അപ്പോൾ N2ൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? 3 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ ബോണ്ട് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് +2 വരെ പഠിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്. എന്നാൽ ബോണ്ട് ഓർഡറിൽ അങ്ങനെ ഓരോ സ്പീഷീസിൻ്റെയും നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രംസ് ഒക്കെ ചെയ്ത്
BO = ½ × NB - NA എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത്ര ടൈം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഓരോ സ്പീഷീസിൻ്റെയും ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിന് ഒരു മെത്തേഡാണ് പറയുന്നത്. ഒന്നുമില്ലടാ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണെങ്കിൽ നമുക്കറിയാം N2, ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നു നിങ്ങൾക്ക്. N2 എന്ന് പറഞ്ഞപ്പോൾ അതിൽ 14 ഇലക്ട്രോൺസ് ആണ്. N2ലുള്ള 14 ഇലക്ട്രോൺസ് ആയപ്പോൾ നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 3 ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 14 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഏത് സ്പീഷീസ് ആയിക്കോട്ടെ ആ സ്പീഷീസിൽ 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. ഇനി 14 അവിടെ വെച്ചിട്ട് 14ൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും നോക്കുക. ഇവിടെ 13, ഇവിടെ 15. 14 കഴിഞ്ഞിട്ട് 15, 16, 17, 18, 19, 20 അങ്ങനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 15 വന്നാൽ എന്ത് ചെയ്യണം? 14 ആണെങ്കിൽ 3 ആണ് ബോണ്ട് ഓർഡർ. 15 ഇലക്ട്രോൺസ് ആണെങ്കിൽ 2.5. 0.5 ഇങ്ങനെ കുറച്ച് പോവാം. ഇപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3, 15 ആണെങ്കിൽ 2.5, 16 ആണെങ്കിൽ 2, 17 ആണെങ്കിൽ 1.5 അങ്ങനെ 0.5 ലെസ് ചെയ്തിട്ട് പോവാം 14ൻ്റെ അപ്പുറം. അതേപോലെ തന്നെ 14ൻ്റെ ഇപ്പുറം നോക്കൂ, 13, 12, 11, 10, 9, 8 ഇലക്ട്രോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാം. ഇവിടെ 0.5 ഇങ്ങനെ ലെസ് ചെയ്ത് വരാം. അപ്പോൾ 2.5 13 ഇലക്ട്രോണുള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ 2.5 വരുള്ളൂ. അതുപോലെ 12 ഇലക്ട്രോണുള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ 2 വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് മൈൻഡിൽ നിൽക്കും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഓരോ സ്പീഷീസിൻ്റെയും ബോണ്ട് ഓർഡർ എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓപ്ഷൻ N2CO, ഇതിൻ്റെ ബോണ്ട് ഓർഡർ 1 ആയിട്ട് കിടക്കുന്നത് ഏത് പെയറിനാണ് ബോണ്ട് ഓർഡർ 1 ഉള്ളത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിലുള്ളത് നമുക്കറിയാം 14 ഇലക്ട്രോൺസ് ആണല്ലോ. ഒരു നൈട്രജൻ എന്ന് പറഞ്ഞാൽ 7 ഇലക്ട്രോൺ ഇടാം. അപ്പോൾ 2 നൈട്രജൻ N2 എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ അല്ലേ. ആ N2ൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും? 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. 14 ഇലക്ട്രോൺസ് ആണ് N2ലുള്ളത്. CO കാർബണും ഓക്സിജനുമാണ്. കാർബണിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം അറ്റോമിക് നമ്പർ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് നമുക്കറിയാം? 6 ആണ്. 6+. ഓക്സിജനിൽ എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ 6ഉം 8ഉം കൂട്ടിയാൽ എത്ര കിട്ടും? മാക്സിമം അത്ര ഇലക്ട്രോൺസ് ആണ് ഈ CO എന്ന് പറയുന്ന ഒരു മോളിക്യൂളുള്ളത്. അപ്പോൾ എത്ര കിട്ടും? 6ഉം 8ഉം എത്രയാണ്? 14 ഇലക്ട്രോൺസ് തന്നെയാണ്. അപ്പോൾ 14 ഇലക്ട്രോൺ ആണ്. ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്, നമുക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെ ബോണ്ട് ഓർഡർ 1 ആണോ? ബോണ്ട് ഓർഡർ 1 അല്ല. ഇതിൻ്റെ ബോണ്ട് ഓർഡർ 14 ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ പഠിച്ചു 14 ഇലക്ട്രോൺ ആണെങ്കിൽ 3 ആണ് ഇവരുടെ ബോണ്ട് ഓർഡർ വരിക. 3 ആണ് ഇവരുടെ ബോണ്ട് ഓർഡർ വരിക. നമ്മളോട് ചോദിച്ചത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആവണം, ബോണ്ട് ഓർഡർ 1 ആവണം. O2 - F2 ഇങ്ങനൊരു സ്പീഷീസ് ആണെങ്കിൽ ഇവർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണോ, അതിൻ്റെ ബോണ്ട് ഓർഡർ 1 ആണോ എന്നാണ് ചോദ്യം. O2 - എന്ന് പറഞ്ഞാൽ O2 ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺ, O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ. 2 - ആണ്, 2 ഇലക്ട്രോണും കൂടെ ഉള്ളൊരു സ്പീഷീസ് ആണ്. അപ്പോൾ 18 ഇലക്ട്രോൺ വരും. 16 + 2 18 ഇലക്ട്രോൺ. F2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്ലൂറിൻ 9 ആണ്. അപ്പോൾ 2 ഫ്ലൂറിൻ F2 എന്ന് പറഞ്ഞാൽ 18. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അതിൻ്റെ ബോണ്ട് ഓർഡർ 18 ഇലക്ട്രോൺസ് ആണെങ്കിൽ ബോണ്ട് ഓർഡർ എന്താ വരുന്നത്? ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? O2 - F2 ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസും ആണ്. ബോണ്ട് ഓർഡർ എന്താണ്? 1 ആണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. B2 എന്ന് പറഞ്ഞാൽ ഒരു ബോറോൺ. B2 എന്ന് പറഞ്ഞാൽ 5+5 ഒരു ബോറോൺ എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺ ആണ്. അപ്പോൾ B2 എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ. NO+ നൈട്രജൻ, ഒരു നൈട്രജൻ 7 ആണ്. ഒരു ഓക്സിജൻ 8 ആണ്. പ്ലസ് ആണ്, ഒരു ഇലക്ട്രോണ് ലെസ് ചെയ്ത് കളയണം അവിടുന്ന്. അപ്പോൾ 15 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയ കേസാണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ വരും ഇവിടെ? 14 ഇലക്ട്രോൺ വരും അല്ലേ. 14 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അതെന്തല്ല? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസേ അല്ല. ഒന്ന് 10 ഇലക്ട്രോൺ, ഒന്ന് 14 ഇലക്ട്രോണാണ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. 10 ഇലക്ട്രോണും 14 ഇലക്ട്രോൺ ആണെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. CO എന്ന് പറഞ്ഞാൽ എത്രയാ? 6+8 14 ഇലക്ട്രോൺ ആണ്. NO+ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. NO+ എന്ന് പറഞ്ഞാൽ 14 ഇലക്ട്രോൺ തന്നെയാണ്, ഐസോ ഇലക്ട്രോണിക് ആണ്. ബട്ട് അതിൻ്റെ ബോണ്ട് ഓർഡർ എത്ര വരും? 14 ഇലക്ട്രോൺ ആണെങ്കിൽ 3 വരും. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഉത്തരം എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ബോണ്ട് ഓർഡർ 1 ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത് O2 - F2 ആണ്. ഇനി നമ്മുടെ ബോണ്ട് ഓർഡർ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. 12 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12, 14, 18 ഈ 3 പെയറും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12, 14, 18 ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് ഡയാമാഗ്നറ്റിക് സ്പീഷീസ് ആയിരിക്കും. ഡയാമാഗ്നറ്റിക്
മാഗ്നറ്റിക് സ്പീഷീസ് ആയിരിക്കും. അല്ലാതെ ബാക്കിയുള്ള ഏത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നാലും 13, 15, 16, 17, 19, 20 ഏത് വന്നാലും അവരെല്ലാം പാരാമാഗ്നറ്റിക് നേച്ചറുള്ളവരാണ്. അവരെല്ലാവരും ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. 12, 14, 18 ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് സ്പീഷീസ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ബോണ്ട് ഓർഡർ ഇൻ N2+ൻ്റെ ബോണ്ട് ഓർഡർ എത്ര? N2+ ആണ്. N2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൈട്രജൻ 7 ഇലക്ട്രോൺ. N2 എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺ. 14 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. അപ്പോൾ ഇവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈ സ്പീഷീസിന് 14 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത കേസാണ്. ഒരു ഇലക്ട്രോൺ നമ്മൾ ലെസ് ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13 ആണ്. 13 ഇവരുടെ ബോണ്ട് ഓർഡർ എത്ര വരികടാ? 13 ആണെങ്കിൽ 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3, 13 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 2.5 ആണ്. 2.5 ആണ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് MOT എനർജി ഓർഡർ വേണ്ട, ഇക്വേഷൻ വേണ്ട, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അറേഞ്ച് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ഓർഡർ O2+, O2+, O2-. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബോണ്ട് ഓർഡർ കാണുക, എന്നിട്ട് ഇൻക്രീസിങ് ഓർഡറിൽ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ O2 2+ എന്ന് പറഞ്ഞാൽ നല്ല അറിയാം, നമുക്കൊന്ന് ചെയ്തു തരാം. O2 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞ കേസാണ്. അപ്പോൾ 14 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. O2 2+, 16 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി 15 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2.5 ആണ് ബോണ്ട് ഓർഡർ. O2 16 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച കേസാണ്. 17 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 1.5. അപ്പോൾ ബോണ്ട് ഓർഡറിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? മാക്സിമം ബോണ്ട് ഓർഡർ O2 2+-നാണ്, പിന്നെ O2+-നാണ്, പിന്നെ O2-നാണ്. ബോണ്ട് ഓർഡറിൻ്റെ അതിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് ബോണ്ട് ലെങ്ത്ത്. ബോണ്ട് ഓർഡർ കൂടുക എന്ന് പറഞ്ഞാൽ ബോണ്ട് ലെങ്ത്ത് കുറയാന്നർത്ഥം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ ബോണ്ട് ഓർഡർ കൂടുതലുള്ള കേസിന് ബോണ്ട് ലെങ്ത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം? ഇതിൻ്റെ റിവേഴ്സ് എഴുതിയാൽ മതി. O2+, O2-. അപ്പോൾ ബോണ്ട് ഓർഡർ ആണോ ബോണ്ട് ലെങ്ത് ആണോ ചോദിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ബോണ്ട് ഓർഡറും അതുപോലെ ആ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും. ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ ബോണ്ട് തമ്മിലുള്ള ലെങ്ത് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാരാമാഗ്നറ്റിക്? ഇതിലേതാണ് പാരാമാഗ്നറ്റിക്? പാരാമാഗ്നറ്റിക് നമുക്കറിയാം 12, 14, 18 നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഡയാമാഗ്നറ്റിക്കാണ്. അപ്പോൾ ഈ സ്പീഷീസ് നോക്കുക, ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 12, 14, 18 വരാത്തവരാരോ നോക്കുക, അയാൾ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഈസി ആയിട്ട് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പോർഷനാണ് ബോണ്ട് ഓർഡർ എന്നുള്ള ഭാഗം. നന്നായിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു.